ഈ നൈറ്റി ഫ്രോക്ക് എങ്ങനെ വേഗം സ്റ്റിച്ച് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യണം. ഞാൻ നെക്ക് പാറ്റേൺ ഫിനിഷ് ചെയ്യേണ്ട ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല, ഓൾറെഡി അത് ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് വെക്കുക, അതിന് മേലെ ലൈനിങ് വെക്കുക, എന്നിട്ട് സ്റ്റിഫ് വെച്ച് നെക്ക് പാറ്റേൺ ഫിനിഷ് ചെയ്യുക. നെക്ക് പാറ്റേൺ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക, അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കുക. അപ്പം നെക്ക് ഫിനിഷായി. പോർഷൻ രണ്ടായിട്ട് മടക്കി പ്ലീറ്റ് ഇടേണ്ട ഭാഗം അടയാളപ്പെടുത്തുക. യോക്ക് പോർഷൻ വെച്ച് എത്ര പ്ലീറ്റ് ഇടാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് അതിനുൾക്കൊള്ളിച്ച് പ്ലീറ്റ് ഇടുക. ശേഷം പ്ലീറ്റുകൾ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് സെപ്പറേറ്റ് എടുക്കുക. ജസ്റ്റ് പ്ലീറ്റ് ചെയ്ത ഭാഗവും യോക്ക് പോർഷനും കൂടി കറക്റ്റ് ആണോ എന്ന് വെച്ച് നോക്കുക. യോക്ക് പോർഷനിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗം എടുക്കുക, എന്നിട്ട് താഴേന്ന് 3 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക, അവിടെ ചെറിയൊരു ടക്ക് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം യോക്ക് പോർഷനും പ്ലീറ്റ് എടുത്ത ഭാഗവുമായിട്ട് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഡിസൈൻ വരുന്ന ക്ലോത്ത് രണ്ടും ഒരേ സൈഡിലേക്ക്, ഒരേ വശത്തേക്ക് തന്നെ ആയിരിക്കണം. യോക്ക് പോർഷനും താഴത്തെ പ്ലീറ്റ് ഇട്ട ഭാഗവും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് 2 സ്റ്റിച്ച് കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഫ്രണ്ടും ബാക്കും അങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം സ്ലീവ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ നൈറ്റി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ബോഡി മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക. അതായത് എത്രയാണോ ചെസ്റ്റ് അതേ ഡിവൈഡഡ് ബൈ 4 പ്ലസ് നമ്മളൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ തയ്യൽ തുമ്പൂടെ ലൂസും തയ്യൽ തുമ്പൂടെ ചേർത്തിടുക. അതുപോലെ തന്നെ നമ്മളുടെ ഇടഭാഗം വരുന്നിടത്ത് എത്രയാണോ അളവ് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. 2 വശവും മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യുക. മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് യോക്ക് പോർഷൻ വരെ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അവിടെ കൊണ്ടുവന്ന് സൂചി നിർത്തി വീണ്ടും അത് മുകളിലേക്ക് എടുത്ത് 2 സ്റ്റിച്ചാക്കി എടുക്കുക. അതിനുശേഷം പ്ലീറ്റ് ഇട്ട മെയിൻ ക്ലോത്തും തമ്മിൽ ജോയിൻ ചെയ്യണം. അതുപോലെ ലൈനിങ്ങും തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നും. ശേഷം താഴ്വശം മടക്കി അടിക്കാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നൈറ്റി ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് മെഷർമെൻറ്റ് സഹിതം നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കുക.